മെഡിറ്റേഷൻ സമയത്ത് ഈ പറയുന്ന ചീഞ്ഞ മണമോ ആവശ്യമില്ലാത്ത വൃത്തികെട്ട സ്മെല്ലുകളൊക്കെ വന്നാലും ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നോ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ ചിന്തകളൊക്കെ കയറി വരുമ്പോഴും മനസ്സിലാക്കണം അത് നെഗറ്റീവ് പ്രസൻസ് അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൾ അടയ്ക്കാൻ സ്വസ്ഥമാവുക. എന്താണോ നിങ്ങൾ കാണുന്നത് അതിലോട്ട്. അരുൺ ചേട്ടാ, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരിലുള്ളൊരു സംശയമാണ് നീല കളറിലുള്ള പ്രകാശം കാണുന്നു എന്നുള്ളതും പല രീതിയിലുള്ള സുഗന്ധമായിട്ടുള്ള ഒരു സുഗന്ധം വരിക എന്നുള്ളതും. ഇപ്പം ചിലപ്പോൾ ജാസ്മിൻ്റെ ഒരു സ്മെല്ലായിരിക്കും, പറയാൻ പറ്റില്ല. പലരും പല അനുഭവങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാവുന്ന കാർമികമായിട്ടുള്ള സർക്കിൾസ് എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ അതെല്ലാം ആ നെഗറ്റീവായ എനർജീസ് എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ന് റിലീസാവുന്നു അന്നാണ് നമുക്ക് മെഡിറ്റേഷൻ്റെ അനുഭവങ്ങളിലോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുവരെ നമ്മളിപ്പോഴും ആ എനർജി വേരിയേഷനിൽ നിന്നിട്ട് നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഛർദിയോ വൊമിറ്റിങ്ങോ ശരീരവേദനയോ ബുദ്ധിമുട്ടുള്ള തലവേദനയോ തുടങ്ങി കുറേ ആളുകൾക്ക് തലവേദന ആയിരിക്കും ഭയങ്കരമായിട്ട്. അത് ഈ എനർജി വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള പല സോളുകൾക്കും ഏറ്റവും പോസിറ്റീവായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതും ഏറ്റവും ഭക്തി സാന്ദ്രമായിട്ടും ഒന്നും ആഗ്രഹിക്കാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇത് കൂടുതൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുന്നത്. അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായ ഊർജ്ജം തിരിച്ചറിയാനുള്ള സെൻസ് നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ആവശ്യങ്ങളിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും പോകുന്നത്. അതായത് കാറ് കിട്ടുന്നത് വരെ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവില്ല. കാറ് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്കത് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് ഈ ജാസ്മിൻ്റെ സ്മെല്ലും ലൈറ്റുകളും കാണുന്നതാണ്. നമ്മളെല്ലാ മനുഷ്യർക്കും നിലവിൽ നമുക്ക് ഇതിനു മുമ്പ് ഒരു ജന്മങ്ങളുണ്ട്, മുൻജന്മങ്ങൾ നമുക്കുണ്ട്. ഈ മുൻജന്മങ്ങളിൽ സാധനകളോ മെഡിറ്റേഷൻസോ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്ന സോളുകളാണ് ഈ ജന്മത്തിൽ കൃത്യമായ സാധനങ്ങളും കൃത്യമായ മെഡിറ്റേഷൻസും കുറച്ചൊരു വളരെ ഹൈലി സ്പിരിച്വലി ആയിട്ട് മാറുന്നത്. കാരണം കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഈ ജന്മങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇത് പൂർത്തീകരിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരുമായിട്ടാണോ കണക്റ്റായി കിടന്നത് അവരുടെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. ഒരു പക്ഷേ ഗുരുക്കന്മാരാവാം, ഒരു പക്ഷേ ഈശ്വരന്മാരാവാം, ഒരു പക്ഷേ ദേവതകളാവാം, ഉപാസനമൂർത്തികളാവാം, ആര് വേണം, ജീസസ് ക്രൈസ്റ്റ് ആവാം, ഏഞ്ചൽസ് ആവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരുമായിട്ടാണ് കണക്ട് നമുക്ക് അറിയില്ല. പലപ്പോഴും ക്രിയായോഗയിൽ പറയുന്നത് മുൻ ജന്മങ്ങളിൽ ക്രിയായോഗ ചെയ്തുകൊണ്ടിരുന്ന ഭക്തരാണ് ഈ ജന്മങ്ങളിൽ പിന്നെയും ക്രിയായോഗികളായിട്ട് മാറുന്നത്. ഇത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല, ഫോഴ്സ്ഫുള്ളി ചെയ്യാനും പറ്റില്ല. കർമ്മമുള്ളവർക്ക് മാത്രമേ ക്രിയായോഗിലോട്ട് എത്താൻ പറ്റുള്ളൂ. ക്രിയായോഗ പഠിക്കാൻ പറ്റും, പക്ഷെ ചെയ്ത് അനുഭവത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ആ ബ്ലെസ്സിങ് വേണം, മുൻ ജന്മത്തിൽ ബ്ലെസ്സിങ് വേണം. മനസ്സിലാക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മുൻ ജന്മത്തിൽ അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗുരുവിന് കീഴിൽ എനിക്കൊരു ഗുരുവും ഉണ്ടായിരുന്നു. ആ ഗുരുവിന് കീഴിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീഷണറും കൂടിയായിരുന്നു. ഈ ജന്മത്തിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കൂ. അപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന അനുഗ്രഹം എന്തായിരിക്കും, ബ്ലെസ്സിങ് എന്തായിരിക്കും? എൻ്റെ ഗുരുപരമ്പരയിലെ ഗുരുക്കന്മാർ ഞാൻ അന്ന് ഉപാസിച്ചുകൊണ്ടിരുന്ന ഉപദേവതകളും ദേവതകളും എനിക്ക് സംരക്ഷണം പ്രൊട്ടക്ഷനായിട്ട് വരും. ഇതുപോലെ തന്നെ എല്ലാവർക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഗായത്രി പറഞ്ഞില്ലേ, മുല്ലപ്പൂവിൻ്റെ ഗന്ധം ലൈറ്റുകൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് കാരണം. ഗായത്രി മുൻ ജന്മത്തിൽ ആരുമായിട്ടാണ് കണക്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഗായത്രിക്ക് ഈ ജന്മത്തിൽ അത് ഓർമ്മയില്ല എന്ന് കരുതി മുൻ ജന്മത്തിൽ ഉണ്ടായിരുന്ന ആ ഗുരുക്കന്മാർ വന്ന് സപ്പോർട്ട് ചെയ്യില്ല എന്ന അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. സപ്പോർട്ട് ചെയ്യും. ഗായത്രിക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് ഘടകം. പല ആളുകളും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെയോ റോസാപ്പൂവിൻ്റെയോ പല എന്തിൻ്റെങ്കിലും പുഷ്പങ്ങളുടെ സ്മെല്ല് കിട്ടുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഗുരു സാന്നിധ്യമാണത്. നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് സാന്നിധ്യമായിട്ട് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ സമയത്ത് നിങ്ങൾ പേടിക്കാനോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഭയങ്കര കുളിര് വരും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോഡി ഷിവറിങ് ആവും. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഊർജ ബോഡിയിലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന മനസ്സിലാവുന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ പ്രോസസ്സായിരിക്കും. ഇപ്പം നമ്മൾ ഏതൊരു മെഡിറ്റേഷൻ ചെയ്താലും ഏതൊരു ക്രിയകൾ പഠിച്ചാലും നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണം നിർബന്ധമില്ല. കാരണം പൂർണ്ണ സമയത്തും ഗുരു നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ തെറ്റായ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതും നമ്മുടെ ഗുരുവിൻ്റെ കടമയാണ്. ഏത് യഥാർത്ഥത്തിൽ ശരീരമായിട്ടിരിക്കുന്ന ഗുരുവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ശരീരം അദൃശ്യനായിട്ട് നിൽക്കുന്ന നമുക്കൊരു ഗുരുവുണ്ട്. ആ ഗുരുവാണ് നമുക്കിത് വരുന്നത്. ആ ഗുരു വരുന്ന സമയത്ത് നമുക്ക് പലതരം അനുഭവങ്ങൾ വരും. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമുക്ക് എന്തെന്നില്ലാത്ത പ്രകാശം ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റും. നമുക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധം തോന്നും. ഇതെങ്ങനെ വേണമെങ്കിലും ആവാം. ഇതേ ഗുരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് സാന്നിധ്യം തരാം. ചിലപ്പോൾ വർഷത്തിലോ 5 വർഷത്തിലൊക്കെ ഒരിക്കലൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഒരു അനുഭവം കിട്ടുള്ളൂ. അത് നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്.
അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളതാണോ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ട. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ അതിനെ അനുഭവിക്കാം. പലപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മൾ അതിനെ അനുഭവിക്കാം. ഇപ്പൊ പലപ്പോഴും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഭയങ്കരമായിട്ട് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എത്ര വലിയവനാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളങ്ങ് തകർന്നു പോകും, നമ്മൾ ചിലപ്പോൾ അലിഞ്ഞില്ലാണ്ടായി പോകും. ഇത് എല്ലാവരുടെ ലൈഫിൽ സ്വാഭാവികം. ഇനി എത്ര സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ട് ഒരു പക്ഷെ നമുക്ക് പാനിക്കായി പോകും. കാരണം നമ്മൾ മെന്റലി പലപ്പോഴും വീക്കായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. മെന്റലി വീക്കായിട്ടും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയാണ് നമ്മൾ ജനിച്ചു വരുന്നത്. ആ ഒരു സാധനം നമ്മൾ എത്ര സ്പിരിച്വൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ട്. ഈ സ്നേഹവും കരുണയും അനുകമ്പയൊന്നും കിട്ടാത്ത ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ സിവിയർ ആയിട്ട് പോകുന്ന സിറ്റുവേഷനിൽ എനിക്ക് ഇതുപോലെയുള്ള സ്മെല്ലുകളും കടന്നു വരും. എനിക്ക് എൻ്റെ ശരീരം മുഴുവനും ഒരു തണുത്ത പ്രകാശം ഒരു കാറ്റ് പോലെ പൊതിഞ്ഞ് ചിലപ്പോൾ ഞാൻ അബോധാവസ്ഥയിലോട്ട് പോകും. അത് കുറേ നേരം, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ചിലപ്പോൾ അവിടെ എനിക്ക് അറിയില്ല അതെന്താ സംഭവിക്കുന്നത്. ആ സമയത്താണ് ഞാൻ എഴുന്നേറ്റ് വരുമില്ലേ, എനിക്ക് തൊട്ട് മുൻപ് നടന്ന സംഭവത്തിൻ്റെ ഇമോഷൻസ് ഒന്നും എനിക്കില്ല, ഞാൻ ക്ലിയർ ആയിട്ട് വരുന്നത്. ഇത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതൊരു പ്രൊട്ടക്ഷനാണ്, അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പരമ്പരയിൽ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് വന്ന് കൃത്യമായിട്ട് നമ്മൾ തകർന്നിരിക്കുന്ന നിമിഷത്ത് വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന. ഇത് പലപ്പോഴും എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതുപോലെ അനുഭവങ്ങൾ ഒരുപാട് പേരുണ്ട്. ചില സമയത്ത് രാത്രിയായിരിക്കും. ഇപ്പോൾ വളരെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരോട് എപ്പോഴും ചോദിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ഭഗവാനെ വിളിച്ചിട്ട് നിന്റെ ജീവിതം കണ്ടോ? നീ ഇപ്പോഴും ഇങ്ങനെ ഒരു ഗതിയില്ലാതെ ഒരു ഇതില്ലാതെ നീ ജീവിക്കല്ലേ? ഇല്ല. അവർ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ ഉള്ളിലോട്ട് തിരിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിവിടെ കാണുന്ന ഈ കൂടെ ഒരു 3-4 പേര് സ്നേഹിക്കാനും, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സ്വർണം, ഒരു കാറ്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടാണ്. ഇന്നർ വിഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളായ ഒരാളുണ്ട്. നമ്മളൊരാൾ വളരെ വലിയൊരാളാണ്. നമുക്കറിയാം ഇതെന്താണ്, എങ്ങനെയാണ്, ഈ കാര്യങ്ങളുടെ ഒരു ഡെപ്ത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നമ്മളിലോട്ട് നമുക്ക് വേണ്ടത് മാത്രമേ വരുള്ളൂ. അതിന് കടന്ന് ചിന്തിക്കുന്നത് അത്യാഗ്രഹമാണ്. ഗായത്രി സ്പിരിച്വൽ ആണെങ്കിൽ ഗായത്രിക്ക് വേണ്ടത് ഗായത്രിയിലോട്ട് വരും. ഇത് ഗായത്രി ചോദിച്ചു വാങ്ങുന്നതും വേണ്ട. പക്ഷേ ഗായത്രി അതും കടന്ന് ചിന്തിക്കുക. ഇല്ല, എനിക്കൊരു മാരുതി 800 ഉണ്ട്, അതല്ലല്ലോ, ഞാൻ വലിയൊരാളാണല്ലോ, എനിക്കൊരു ബെൻസ് എടുക്കണം. ഇത് ഗായത്രിയുടെ അത്യാഗ്രഹമാണ്. അപ്പോൾ ഗായത്രി സ്പിരിച്വൽ അല്ല. മനസ്സിലാവുന്നുണ്ട്? ആ ആഗ്രഹങ്ങളുടെ മുന്നിൽ അതല്ല, എനിക്ക് ഒരു പവൻ്റെ മാല പോരാ, 2 പവൻ്റെ മാലയെങ്കിലും ആൾക്കാർ കാണുള്ളൂ. ഇത്തരമുള്ള ചിന്താഗതി എവിടെ നിന്നാണ് വരുന്നത്? എല്ലാം ബാലൻസ്ഡ് ആയി പോകുന്നതാണ് സ്പിരിച്വാലിറ്റി. എല്ലാം ബാലൻസ്ഡ് ആയി പോകണം. നമ്മളെയും കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോൾ ആളുകൾ സഹായിച്ചില്ലെങ്കിൽ നമുക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. ബേസിക്കലി മിനിമം അതാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമുക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, കണ്ണുകൾ അടയ്ക്കുക. അത് എത്രത്തോളമാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അത്രത്തോളം അനുഭവിക്കുക, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം, ഈ നമുക്ക് സാന്നിധ്യം വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ലൈറ്റ് കാണുന്നത് പല രീതിയിലുള്ള കളറുകൾ നമുക്ക് കാണാൻ പറ്റും. പർപ്പിള്, ബ്ലൂ, വയലറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഓരോ സിഗ്നൽസ് ആണ്. ഇതെല്ലാം ചില സന്ദേശങ്ങളാണ്. ഇതെല്ലാം അടുത്ത ഘട്ടത്തിലൂടെ ചേഞ്ച് ആവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് എനർജിയുടെ ഫ്ലോ അനുസരിച്ച് ഇതിൻ്റെ കളറുകൾ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വളരെ വേഗത്തിൽ സ്പ്രെഡായി പോകുന്നത് കാണാൻ പറ്റും, ചിലപ്പോൾ ഇങ്ങനെ തളം കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നുമില്ല, ആ വെളിച്ചത്തിൽ ഇപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മന്ത്രം ജപിക്കുന്ന ഒരാൾക്കാണ് ഈ അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്കാണ് ഈ അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. കണ്ണുകൾ അടയ്ക്കാൻ സ്വസ്ഥമാവുക. എന്താണോ നിങ്ങൾ കാണുന്നത് അതിലോട്ട് ഫോക്കസ് ചെയ്ത് ധ്യാനത്തിലിരിക്കുക. വേറെ ഒന്നും ചെയ്യാൻ പോകരുത്. നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്, പേടിക്കരുത്. നിങ്ങൾ വേറെ ഇതിന് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഇത് പേടിച്ചിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിനിടയ്ക്ക് നെഗറ്റിവിറ്റി വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി നമ്മൾ ഇതിനോട് കണക്ട് ചെയ്യരുത്. അതായത് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ അത് നമ്മൾ മെഡിറ്റേഷനിലോട്ടോ നമ്മുടെ മന്ത്രജപങ്ങളിലോട്ടോ നമ്മുടെ സ്പിരിച്വാലിറ്റിയിലോട്ടോ കണക്ട് ചെയ്താൽ ആ സ്പിരിച്വാലിറ്റി നെഗറ്റീവായി പോകും. നമ്മുടെ ചിന്ത കൊണ്ട് സ്പിരിച്വാലിറ്റി നെഗറ്റീവ് അല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ട് അത് നെഗറ്റീവായി പോകും. ആ നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാവും, നമ്മൾ ടെൻഷൻ അടിക്കും, നമ്മൾ വിയർക്കാൻ തുടങ്ങും. ഒരു പക്ഷേ നമുക്ക് ബോധക്ഷയം വരാം. അപ്പോൾ ഒന്നുമില്ല, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എന്താണോ നിങ്ങൾ കാണുന്നത്, ചിലപ്പോൾ ശബ്ദങ്ങളായിരിക്കും കേൾക്കുന്നത്. ശബ്ദങ്ങളാണെങ്കിൽ എവിടെ നിന്നാണോ ആ ശബ്ദത്തിലോട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. ഇനി കാഴ്ചകളാണെങ്കിൽ കാഴ്ചകളിലോട്ട് നോക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അടുത്തൊരു കാര്യം, കണ്ണുകൾ അടച്ചു വെക്കി ചെയ്യുന്നതല്ല യഥാർത്ഥ ധ്യാനം.
മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കണ്ണുകൾ തുറന്നിരുന്ന് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യം കണ്ണുകൾ അടച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം, അത് നീണ്ട വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ണുകൾ തുറന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ. നമ്മൾ കണ്ണുകൾ തുറന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളായിരിക്കില്ല ഉണ്ടാവുന്നത്. അനുഭവം ഉണ്ടാവാൻ സമയം എടുക്കും. കാരണം നമ്മുടെ മുന്നിലുള്ള വിഷ്വൽസ് എല്ലാം ബ്ലർ ആവുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിംഗിൾ പോയിന്റിലോട്ട് മാത്രമേ നമുക്ക് ശ്രദ്ധ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ നോക്കിയാൽ പോലും നമുക്കിവിടെ മുന്നിലിരിക്കുന്ന ഒരു വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മെഡിറ്റേഷൻ സ്റ്റേറ്റിലാണ്. പലപ്പോഴും പല അമ്പലങ്ങളിലും പോയി നോക്കിക്കോളൂ, കണ്ണുകൾ തുറന്നിരിക്കുന്നത്. അത് ആ മെഡിറ്റേഷൻ സ്റ്റേറ്റിലാണ്. അത് കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹാലൂസിനേഷനോ ഇല്യൂഷൻസോ ഒന്നും നമുക്ക് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ബ്രെയിൻ വളരെ ഷാർപ്പായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. മറ്റേത് ഒരു പക്ഷേ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ബാലരമേളൊക്കെ കഥകളൊക്കെ ഒരു പക്ഷേ മെഡിറ്റേഷൻ സമയത്ത് കയറി വരാം. പറഞ്ഞു വരാൻ എന്താന്ന് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവാണ്, വളരെ നല്ലതാണ്. നിങ്ങൾ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുക, ഒരു സ്വപ്നങ്ങളും ഇല്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുതരും. അതിനു മുമ്പ് നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരാനുണ്ട്. ഭൗതികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ചില ഉയരങ്ങളിലോട്ട് നിങ്ങൾ പോകേണ്ടതുണ്ട്. അതിന് വളരെ ബേസായിട്ട് കിടക്കുന്ന ചില കാര്യങ്ങളെ ബ്രേക്ക് ചെയ്ത് മായ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ മുകളിലോട്ട് ഉയരുമ്പോൾ പോകുന്തോറും നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഒറ്റയ്ക്കാവുമ്പോഴാണ് നിങ്ങളുടെ ശക്തിയെ പറ്റിയും നിങ്ങളുടെ കഴിവുകളെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളൊരു പോയിന്റിൽ എത്തിയതിന് ശേഷം മാത്രം താഴെയുള്ള ആളുകൾ കയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. വലിച്ച് മുകളിലോട്ട് കയറ്റിയാൽ മതി. മറ്റേത് നിങ്ങൾ ചുമന്ന് നിങ്ങളുടെ ഭാരവും കൂടെയുള്ളവരെ മുകളിലോട്ട് ഉയർത്താൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ രണ്ടുപേരും മുകളിലോട്ട് ഉയരില്ല. നമ്മൾ മറ്റേ സഹായാനുഭൂതിയുടെ ഭാവത്തിലാണ് നമ്മൾ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നിങ്ങളൊന്ന് നന്നാവും, നമ്മളൊന്ന് രക്ഷപ്പെടട്ടെ. ശരിയാണ്, നമ്മുടെ ഭർത്താവാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ അച്ഛനമ്മയാണ് ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഇവരെല്ലാവരും ചുമന്നുകൊണ്ട് പോകാൻ പറ്റൂല. നമ്മൾ ഉയർന്നൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ പ്രശ്നം എന്താണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ സഹായിക്കുക. അപ്പോഴാണ് നമ്മുടെ സഹായം വേണ്ടത്. നമ്മുടെ സഹായം ആവശ്യമില്ലാത്തൊരു അവസ്ഥയിലോട്ട് ആദ്യം നമ്മൾ എത്തിക്കണം. ഇപ്പം നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ പോയിട്ട് മറ്റൊരാൾ നമുക്ക് സഹായിക്കാൻ പറ്റില്ല. നമ്മുടെ ഡിപ്രഷനും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമുക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു സാധനമാണ് മോട്ടിവേഷൻ. ഈ സമയത്തെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആവും. കാരണം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മളങ്ങ് വെച്ച് കീച്ചും. എന്നിട്ട് നമ്മളങ്ങ് മോട്ടിവേഷൻ വന്നിട്ട് നമുക്കൊരു ആശ്വാസം കിട്ടും. ഇതിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് പല അമ്മമാരെ എടുത്ത് നോക്കിക്കോ, അവരവരുടെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കും. മോട്ടിവേഷനാണ് ആക്ച്വലി അവരുടെ ഏറ്റവും തരിപ്പടമായ ഏറ്റവും വേസ്റ്റായ ടൈമിനെ പറ്റിയിട്ടാണ് അപ്പോൾ പലപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് നേടാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, മോട്ടിവേഷനൊക്കെ മാറ്റിവെക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ട്, ഓരോ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ എല്ലാ ഭാര്യമാരും ഒരുപോലെയാണോ? അല്ല. എല്ലാ അച്ഛന്മാരും ഒരുപോലെയാണോ? എല്ലാ അമ്മമാരും ഒരുപോലെയാണോ? എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെയാണോ? ഒന്നുമില്ല. നല്ലവരായ മനുഷ്യരൊന്നും ഇല്ലല്ലോ ഈ ലോകത്ത്. ഇല്ല. നമുക്ക് അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനെ നല്ലതാക്കി എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതായത് അല്ലാണ്ട് അപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളും പതുക്കെ കുറയ്ക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സഹായിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. നമ്മൾ സഹായിക്കാൻ പോയി തന്നെ വിചാരിക്കാം. സഹായിക്കുന്ന ആളുകൾക്ക് ഒരു ക്വാളിറ്റി വേണ്ടേ, ഒരു യോഗ്യത വേണ്ടേ? അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളെ സഹായിച്ചതിനാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും വേദനിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നമ്മളെ പറ്റിയിട്ടുള്ള നമ്മുടെ വലിയ പുകഴ്ത്തുകളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ വളരെ സെറ്റപ്പാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് മാറ്റി വെച്ച് നമ്മൾ ഒന്നുമല്ലാതെ നമ്മളൊരു ബിഗ് സീറോയാണെന്നും അതിൽ നിന്ന് വേണം നമുക്ക് ഉയർന്നു വരാമെന്നുള്ള ഒരു ബോധത്തിലോട്ട് എത്തിച്ച് സാഷ്ടാംഗം നിങ്ങളുടെ ഗുരുവിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരനോട്ടോ സാഷ്ടാംഗം നിങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് അവിടെ നിന്ന് ജീവിച്ചു തുടങ്ങുക. സ്പിരിച്വൽ മേഖലയുടെ കാര്യമായിട്ടോ പറയുന്നത്. പുറത്തിറങ്ങി അത് ചെയ്യണ്ട. പുറത്തിറങ്ങി നിങ്ങൾ ബോൾഡായിട്ട് നിന്നേ പറ്റൂ. സ്പിരിച്വൽ മേഖലയിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ജീവിക്കുന്ന നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങൾ എന്തോ ആണെന്നുള്ള നിങ്ങളുടെ തോന്നലുകളും എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ബിഗ് സീറോ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന മാറ്റങ്ങളും അവിടെ നടക്കുന്ന പ്രത്യേകതകളും അവിടെ നടക്കുന്ന സാന്നിധ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തുടരുക, അതായത് തുടങ്ങുക. ആ തുടങ്ങയിൽ നിന്ന് തുടരുക. മനസ്സിലാവുന്നതാ? ശരിക്കും സ്പിരിച്വാലിറ്റി നമ്മൾ ആദ്യമായി തുടങ്ങേണ്ട ഒരു വിഷയമാണ്. അതല്ലാതെ നമ്മൾ എന്തോ സംഭവമാണെന്നും നമ്മുടെ ഗുരു വലിയ സെറ്റപ്പാണെന്നും ഞാൻ ഉപാസിക്കുന്ന ദേവത വളരെ പവർഫുൾ ആണെന്നും ഇതിനൊന്നൊരു കഥയില്ല ഗായത്രി. ഒരു കഥയില്ല ഇതിൻ്റെ അകത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം നമ്മളാണ് സൃഷ്ടിക്കുന്നത്. ഇത് നമ്മുടെ യോഗ്യതയാണ്, ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇപ്പം പലപ്പോഴും ചിന്തിച്ചു നോക്കിക്കോ, ഈ ദൈവങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു? ഈ ഉപാസനമൂർത്തികളെല്ലാം എവിടെ നിന്ന് വന്നു? ഈ ദേവതകളെല്ലാം എവിടെ നിന്ന് വന്നു? അതിൻ്റെ ഒരു തുടക്കം ഇടുന്ന ആലോചിച്ച് നോക്കി. സൃഷ്ടിയിൽ നിന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ഒരുപാട് ദൈവങ്ങളെ സൃഷ്ടിച്ച ഗുരുക്കന്മാർ നമുക്കുണ്ട്.
മനസ്സിലാവുന്നില്ല. നമ്മൾ ഓരോ ദേവതകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ഋഷിമാരായിരിക്കും ചിലപ്പോൾ. അവരുടെ മന്ത്രസിദ്ധികൾ കൊണ്ട് അവരുടെ കഴിവ് കൊണ്ടായിരിക്കും ആ ദേവതയെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സാധിക്കും. നമ്മൾക്ക് ഈ പറയുന്ന നമ്മുടെ ദേവതയെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് വളരെ ബേസിക് ലെവലല്ല, ഇത് വലിയ ഉയർന്ന തലമാണ്. ഇതിലോട്ടൊക്കെ ഒന്നും നമുക്ക് എത്താൻ പറ്റുന്നതൊക്കെ ദൈവാനുഗ്രഹമാണ്. പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധവും ഈ പറയുന്ന സാന്നിധ്യവും വളരെ പോസിറ്റീവാണ്. ഇതുപോലെ തന്നെ ഭയപ്പെടേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്, നെഗറ്റീവായ കാര്യങ്ങളും. മെഡിറ്റേഷൻ സമയത്ത് ഈ പറയുന്ന ചീഞ്ഞ മണമോ ആവശ്യമില്ലാത്ത വൃത്തികെട്ട സ്മെല്ലുകളൊക്കെ വന്നാലും അതിൻ്റെ ഒപ്പം തന്നെ മെഡിറ്റേഷൻ സമയത്ത് സെക്ഷലി ആയിട്ടുള്ള തോട്ട്സുകളോ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നോ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ ചിന്തകളൊക്കെ കയറി വരുമ്പോഴും മനസ്സിലാക്കണം അത് നെഗറ്റീവ് പ്രസൻസ് അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് രണ്ടും തിരിച്ചറിയുക. നെഗറ്റിവിറ്റിയാണ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഗുരുവിനോട് പറയുക. ഗുരു അത് മാറ്റിത്തരാൻ ബാധ്യസ്ഥനാണ്. ഗുരുവിന് മാറ്റിത്തരാൻ പറ്റിയില്ലെങ്കിൽ പരിപാടി അവസാനിപ്പിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങുക.